എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാളം മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സന്തോഷത്തിലേക്കുള്ള വഴി. അച്ഛനും മകനും പാടവരമ്പത്ത് കൂടി നടക്കുന്നതിനിടെ ഒരു ജോഡി ചെരുപ്പ് കണ്ടു. അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ഏതോ ദരിദ്രൻ്റേതാണെന്ന് മനസ്സിലായി. തനിക്ക് തോന്നിയ കുസൃതി കുട്ടി അച്ഛനോട് പറഞ്ഞു, ഇത് ഒളിപ്പിച്ചു വയ്ക്കാം. ഉടമസ്ഥൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ചെരുപ്പുകൾ കാണാതെ അലയും. ആ കാഴ്ച രസകരമായിരിക്കും. അച്ഛൻ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഇവയ്ക്കുള്ളിൽ കുറച്ച് പണം ഒളിപ്പിച്ചു വയ്ക്കാം. കർഷകൻ തിരിച്ചെത്തി ചെരുപ്പിട്ടപ്പോൾ എന്തോ തടയുന്നത് കണ്ട് എടുത്തു നോക്കി. പണം കണ്ട അയാളുടെ കണ്ണ് നിറഞ്ഞു. ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അയാൾ മുട്ടുകുത്തി മുകളിലേക്ക് നോക്കി പറഞ്ഞു, ദൈവമേ, ഈ പണത്തിന് നന്ദി. ഭാര്യയ്ക്ക് ഇന്നെങ്കിലും മരുന്ന് മേടിക്കാം. എല്ലാം കണ്ടുകൊണ്ടിരുന്ന മകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചു നേരം ചിരിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷിക്കാനാകുന്നുണ്ട്. സന്തോഷം ആഗ്രഹിക്കുന്നതിലോ കണ്ടെത്തുന്നതിലോ അത് നിർമ്മിച്ചെടുക്കുന്നതിലോ തെറ്റില്ല. സന്തോഷത്തിലേക്കുള്ള വഴി ഏത് എന്നതാണ് പ്രധാനം. ഒരാൾ എങ്ങനെ സന്തോഷിക്കുന്നു എന്നത് തികച്ചും വ്യക്തിപരമായ കാര്യം മാത്രമല്ല, അതിന് സാമൂഹിക വശം കൂടിയുണ്ട്. നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ ഉയർന്ന് സ്വയം വളരുന്നയാളിൻ്റെ ആനന്ദം ആർക്കും പ്രചോദനമാണ്. തൻകാര്യം മാത്രം നോക്കി നടന്ന് തനിക്ക് മാത്രം ബാധകമായ സന്തോഷത്തിലെത്തിച്ചേരുന്നവർ അനുകരണീയരല്ല. അപരൻ്റെ തകർച്ചയിൽ ആനന്ദിക്കുന്നവർ സ്വഭാവ വൈകൃതമുള്ളവരാണ്. അവരുടെ സുഖം ചുറ്റുമുള്ളവർക്കെല്ലാം അസുഖകരമാണ്. മറ്റുള്ളവരെ തളർത്തുന്നത് വിനോദമാക്കി അതിലവർ ആനന്ദം കണ്ടെത്തും. മറ്റാർക്കും മനസ്സിലാകാത്ത ജീവിതമാണ് ഓരോരുത്തരുടേതും. എല്ലാവർക്കും അവരുടേതായ സന്തോഷങ്ങളും സങ്കടങ്ങളുമുണ്ട്. എത്ര വലിയ ദുരിതങ്ങൾക്കിടയിലും സന്തോഷിക്കാനുള്ള ഒരു കാരണമെങ്കിലും എല്ലാവരും തേടുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ അണിയറയിൽ ഒളിപ്പിച്ചിരിക്കുന്ന യാതനകൾ അരങ്ങത്തെത്തിച്ച് ആനന്ദിക്കുന്നവർ ആൾതാമസമില്ലാത്ത ദ്വീപുകളിലേക്ക് മാറി താമസിച്ചാൽ അതൊരു പൊതുജന സേവനമാകും. വേദനകളുടെ വെള്ളി വെളിച്ചത്തിൽ മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ടവർക്ക് സ്വകാര്യമായ ഒളിത്താവളങ്ങളും സ്വന്തമായ സ്വകാര്യ നിമിഷങ്ങളും സമ്മാനിക്കാൻ ശേഷിയുള്ളവർ പൊതുനിരത്തുകളിൽ സ്ഥിരമുണ്ടാകുന്നത് അനേകർക്ക് ആത്മവിശ്വാസമാകും. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹിനായസ്. നന്ദി, നമസ്കാരം.